ഇന്ന് നമ്മൾ തീർച്ചയായും ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരം ഇന്ദ്രബാലൻ ഔദ്യോഗികമായി നിങ്ങളോട് ഇന്നലെ ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വിവരിച്ചതിന് ശേഷം വീണ്ടും സതീശേൽ MLA അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ 2 ബോംബ് വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ. പക്ഷേ ഇന്നലെ രാത്രി അവിടെ പോയിരുന്നില്ല, രാത്രി ഒരു വളരെ വൈകി അവിടെ പോയിരുന്നു, ഒരു 10 മണിയോടുകൂടി. എന്തായിരുന്നു 11 മണി സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സതീശേൽ MLA വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങോട്ടേക്ക് പോയത്. അവിടെ ഈ തട്ടുകടയുടെ മുകളിലുണ്ടായിരുന്ന വലിയ ഒരാൾമരം, അതിൻ്റെ വേരുകൾ അതൊക്കെ ഇന്നലെ കിട്ടി. അതോടൊപ്പം വേറെ കുറച്ച് അവിടെ നിന്നുള്ള 1-2 വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. ആ സന്ദർഭത്തിലും അദ്ദേഹം പിന്നെ നമ്മളവിടെ ഇന്നലെ രാത്രിയും അവർ നല്ല വർക്ക് നടത്തിയിരുന്നു. ഇന്ന് മുങ്ങൽ വിദഗ്ധർക്ക് പോകാനുള്ള വഴിയൊരുക്കി അതിൻ്റെ ബേസും കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് കണ്ടതാണ്, ഇന്ന് പുലർച്ചെ നമ്മൾ ഉണരുന്നത് തന്നെ ഭീകരമായ വലിയ കോരികൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തി അവിടെ ഇവിടത്തേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കുന്ന വർക്കും കാര്യങ്ങളും അവർ. അപ്പോഴാണ് ആ കടൽ നിന്നിരുന്നതിന്റെ താഴെ നിന്ന് അതിന് മറുവശത്ത് നിന്നിരുന്ന മരങ്ങളൊക്കെ അവിടെ പുതഞ്ഞ നിലയിൽ കണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ സാധനങ്ങളും അവർ പുറത്തെടുത്ത് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മുഴുവൻ മീഡിയാസിനെയും ഇന്നലെ SP രാത്രി സംസാരിക്കും പറഞ്ഞു, നിങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയി ഇത് മുഴുവനും കാണിച്ച് ഇതുവരെ അവർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും മലയാളി മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കാലാവസ്ഥ മാറുന്നുണ്ട് വലിയ രീതിയിൽ. ഇന്നിപ്പോൾ ആ മഴവെള്ളപ്പാച്ചലിൽ വീണ്ടും അവർ മുങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചന നടത്തേണ്ട ഒരു ആവശ്യകത വീണ്ടും നമ്മുടെ മുമ്പിൽ ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ തുടരും. തീർച്ചയായും ഇപ്പോൾ ഇന്നലെ ഇന്ദ്രബാലൻ കൃത്യമായി അതിൻ്റെ ലൊക്കേഷൻ അത് ട്രക്കാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം ഇന്നലെ രാത്രി ഡൽഹിയിലേക്ക് പോയി. ഇന്ന് അവിടെ എന്താ മീറ്റിംഗ്, എന്താ അവിടെ എന്തെങ്കിലും പ്രത്യേക അനാലിസിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അദ്ദേഹം ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ഞാൻ മുഴുവൻ ഡാറ്റയും അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഒരു പെർമിഷൻ കൂടി കൊടുത്താൽ കൃത്യമായി ഈ ലൊക്കേഷനിൽ മുങ്ങൽ വിദഗ്ധർ അത് മുങ്ങി അതിനകത്ത് ആദ്യം അവർ ഇന്ന് ചെയ്യുന്നൊരു കാര്യം അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്യാബിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് അവർ നടത്തുന്നത്. ഇന്നലെ 2 പ്രാവശ്യം അവരങ്ങനെ നടത്തി എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ 100% അർജുൻ ഉണ്ടോ ഇല്ല എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇന്ന് ആദ്യം അവർ ചെയ്യുന്ന കാര്യം അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിലൊരു തീരുമാനം കണ്ടെത്തും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കും.